റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി അടിമലത്തുറ ഇടവക. തീരദേശ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ തടയണമെന്നും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നവരായി മത്സ്യത്തൊഴിലാളികൾ മാറുമെന്നും ഇടവക വികാരി ഫാദർ ഷാബിൻ ലീൻ പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ ബാധിപ്പ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അടിമലത്തുറ തൊട്ട് പൊടിയൂര് വരെയുള്ള ജനവിഭാഗങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അടിമലത്തുറയുള്ള നമ്മളാണ്. കാരണം അതിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടുവരുന്നത് നമ്മുടെ ഈ ദേശത്തേക്കാണ്. ഇനി അത് തൊട്ട് പുല്ലുവിള വരെ കപ്പൽ ചാലാണ്, കപ്പൽ പോകുന്ന ഇടമാണ്. ഇവിടെ നിന്ന് നമുക്ക് കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള നിയന്ത്രണം ഉണ്ടാകും. ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു സൗകര്യം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ മത്സ്യബന്ധനത്തിനെ തന്നെ തടയുന്ന രീതിയിൽ നമുക്ക് കടലിലേക്ക് പ്രവേശനമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ നാളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ട ജനവിഭാഗങ്ങളായിട്ട് നമ്മൾ മാറും. വംശനാശ ഭീഷണി നേരിടുന്ന ആൾക്കാരായിട്ട് ഒരു വംശം തന്നെ ഇല്ലാതാകുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് തിരിച്ചറിയുക. 2250 കുടുംബങ്ങളുണ്ട്. ഈ 2250 കുടുംബങ്ങളും കുറച്ചുപേര് വാങ്ങിച്ച പാക്കേജിന്റെ പേരിൽ ഈ തീരം മുഴുവനും വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഭിന്നിപ്പിക്കുവാനായിട്ട് പലരും ശ്രമിക്കും. അത് ബോധപൂർവ്വം നമ്മൾ ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ബലം അത് തന്നെയാണ്. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, ഒരു വശത്ത് രണ്ടാം ഘട്ട പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. അതേസമയം മറുവശത്ത് ഇപ്പോൾ ഫാദർ ഷാബിൻ ലീന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്ന ഒരു സമരാഹ്വാനമായി കാണാൻ സാധിക്കുമോ ഇതിനെ? അശ്വതി ആര്യ, ഇത് വളരെയധികം പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെയാണ് വിഴിഞ്ഞം തുരങ്കപാതയുടെ നിർമ്മാണം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു അലൈൻമെന്റ് വന്നിരിക്കുന്നത് വിഴിഞ്ഞം കോട്ടപ്പുറം ഇടവക ഭാഗത്തേക്കാണ്. അവിടെ 500-ലധികം കുടുംബങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു മേഖലയാണ്. നേരത്തെ തന്നെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ വന്നപ്പോൾ തന്നെ ഒട്ടനവധി കുടുംബങ്ങൾ അവിടെ നിന്നും പാക്കേജുകൾ വാങ്ങി മറ്റൊരു ഇടത്തേക്ക് മാറി താമസിക്കുന്ന ഒരിട വന്നിട്ടുണ്ട്. എന്തായാലും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇടവക വലിയ രീതിയിൽ തന്നെയാണ് സഹകരണങ്ങൾ നൽകി വരുന്നു. പക്ഷേ നിലവിൽ ഈ അലൈൻമെന്റ് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് 3 സ്കൂളുകളുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകൾ അടക്കമുള്ളവയുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞം ഇടവക അടക്കം ഈ ഭാഗത്ത് 500-ലധികം കുടുംബങ്ങൾ മാറി താമസിക്കേണ്ടുന്ന ഒരു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ് നിലവിൽ ഈ അലൈൻമെന്റ് മാറ്റണമെന്ന് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ വയലിൻകര വഴി പുതിയൊരു അലൈൻമെന്റ് മാറ്റിപ്പണിയണം, അല്ലാത്ത പക്ഷം വലിയൊരു പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് വരും. കാരണം നിലവിലുള്ള അലൈൻമെന്റ് ഈ ഇടവകയെ പിളർത്തിക്കൊണ്ടാണ് നിലവിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ ടണൽ വന്നെത്തുന്നത്. അതായത് ബാലരാമപുരം മുതൽ ഏകദേശം വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ തന്നെ 9 കിലോമീറ്ററോളം തുരങ്കപാതയാണ് വരുന്നത്. അത് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ്. ഏകദേശം 2800 കോടിക്ക് മുകളിൽ ഒരു വലിയ പദ്ധതിയാണ് നിലവിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ അദാനി വിഴിഞ്ഞം സ്പോർട്സ് ലിമിറ്റഡും ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പിളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ആ സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സമ്മതിക്കില്ല. കാരണം മറ്റൊരിടത്ത് ഏകദേശം വലിയൊരു പാടശേഖരം സ്ഥിതി ചെയ്ത ഒരു മേഖലയുണ്ട്. അവിടെ ആൾക്കാർ ജനവാസ മേഖല ഏറ്റവും കുറഞ്ഞ പ്രദേശം കൂടിയാണ്. ആ ഭാഗത്താണ് ആദ്യം DPR തയ്യാറാക്കി ഇങ്ങനെ ഒരു അലൈൻമെന്റ് തയ്യാറാക്കിയത്. പിന്നീട് ഏതൊക്കെയോ വ്യക്തികളുടെ താല്പര്യപ്രകാരം ഈ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ആ ഭാഗത്തുകൂടി പുതിയ അലൈൻമെന്റ് വരുന്നു. ആ അലൈൻമെന്റിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതിനാണ് ഇടവക ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇടവക ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുതിയൊരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരായിരിക്കും എന്തായാലും ഈ റെയിൽ കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെല്ലുവിളി നേരിടാൻ പോകുന്നു. നേരത്തെ തന്നെ വലിയ സമരത്തിന് സാക്ഷ്യം വഹിച്ച ഒരിടം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിന് അനുബന്ധിച്ച് തന്നെ 3-4 പദ്ധതികൾ വീണ്ടും അനുബന്ധിച്ച് ഒരുമിച്ച് വരാൻ പോകുകയാണ്. ഏകദേശം 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളും വലിയ ആശങ്കയിലാണ്. കാരണം കടൽ കെട്ടി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഡ്രഡ്ജിംഗ് ഒരു ഭാഗത്ത് വലിയ അസ്വസ്ഥതയാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ആഘാതമെല്ലാം തരണം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും സമരം ഒരു മാർഗമായിട്ട് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വിഴിഞ്ഞം ഇടവകയും അതുപോലെ തന്നെ അടിമലത്തുറ ഇടവകയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അശ്വതി ആര്യ. ശരി, അരുൺ സോളമനാണ് വിശദവിവരങ്ങൾ നൽകിയത്.